എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴവും സേമിയയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടീ ടൈം സ്നാക്കാണ് കേട്ടോ. ഇഫ്താർ സമയങ്ങളിലും നോമ്പിൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം, ഷെയർ ചെയ്യേണ്ട കാര്യം ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാനിൽ കറക്റ്റ് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു നെയ്യ് അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പഴം ഈ ഒരു നെയ്യിൽ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പഴം എടുക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്തിട്ടുള്ള പഴം എടുക്കണ്ട, ഒരു മീഡിയം രീതിയിൽ പഴുത്തിട്ടുള്ള പഴം മാത്രം എടുക്കുക കേട്ടോ. ഒരുപാട് പഴുത്തിട്ടുള്ള പഴം എടുക്കുന്ന സമയത്ത് നമ്മളിത് എണ്ണയിലോട്ട് ഇടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പേസ്റ്റ് പരുവത്തിൽ ആ ഒരു രീതിയിലാവും. അതുകൊണ്ട് ഒരു മീഡിയം രീതിയിൽ പഴുത്തിട്ടുള്ള പഴം മാത്രം എടുക്കുക കേട്ടോ. ഈ ഒരു പഴം നമുക്ക് ആദ്യം നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു പഴം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് ഈ ഒരു പഴം അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അതേ ഒരു പാനിൽ തന്നെ 1 ടീസ്പൂൺ അളവിലും കൂടി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സേമിയാണ് കേട്ടോ. അതിപ്പോൾ വറുത്ത സേമിയായാലും വറുക്കാത്ത സേമിയായാലും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് ഒരു 1/2 ഗ്ലാസ് അളവിൽ സേമിയ നമുക്ക് ഈ ഒരു നെയ്യിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സേമിയ നമുക്ക് ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ആദ്യം ചൂടായിട്ട് വരുന്ന സമയത്ത് സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സേമിയയുടെ കളറ് ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഈ ഒരു സേമിയ നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് സേമിയക്ക് 3/4 ഗ്ലാസോളം വരുന്ന നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ സേമിയ വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. 1/2 ഗ്ലാസ് സേമിയക്ക് 3/4 ഗ്ലാസ് അളവോളം വരുന്ന നല്ല ചൂടുള്ള വെള്ളം കേട്ടോ. നല്ല ചൂടുള്ള തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ ഈ ഒരു സേമിയ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ആ ഒരു പരുവത്തിലായി പോകും. നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു സേമിയ വിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സേമിയയുടെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ. നന്നായിട്ട് ഗ്രേറ്റർ വഴി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സേമിയയുടെ കൂടെ വേവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് സാവധാനം നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സേമിയയും നമ്മുടെ ക്യാരറ്റ് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. സേമിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒട്ട് പിടിക്കാതെ ഇതുപോലെ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എങ്കിലും നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഒരു സേമിയയും ആ ഒരു ക്യാരറ്റും കൂടെയൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ ഒരു സേമിയയും ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ സ്റ്റൗ പതുക്കി അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 കപ്പോളം വരുന്ന തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമ്മൾ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ഈ ഒരു സ്നാക്കിനെന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം വരുന്ന തേങ്ങ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സ്നാക്കിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അതിപ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ നെയ്യിൽ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴമാണ് കേട്ടോ. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സേമിയയും നമ്മുടെ ആ ഒരു ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയും പഴമൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസോളം വരുന്ന സാധാരണ പശുവിൻ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പഞ്ചസാര പാലിൽ പൂർണ്ണമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നോട്ടെ കേട്ടോ. നന്നായിട്ട് അലിയുന്ന വിധത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതിലോട്ട് ഒരു നുള്ളു വാനില എസൻസും കൂടാതെ 2 മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട മുഴുവനായിട്ടും ചേർക്കുന്നില്ല. മുട്ട മുഴുവനായിട്ടും ചേർത്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു മുട്ടയുടെ മണം വല്ലാതെ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് 2 മുട്ടയുടെ വെള്ളം മാത്രം നമുക്കിതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഇതിലോട്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അതിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടി പോകണ്ട. ഒരു നുള്ളു മാത്രം, ആ ഒരു കളർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പഞ്ചസാരയും പാലും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതേ മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഇതുപോലെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഈ ഒരു പാനിൻ്റെ അടിഭാഗത്തായിട്ടും അതേപോലെ ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ നമുക്കിതുപോലെ ഓയിൽ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതേ കുറച്ച് ബ്രെഡ് സ്ലൈസ് അതിൻ്റെ ആ ഒരു ബ്രൗൺ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രെഡാണ് നമ്മൾ ഈ ഒരു സ്നാക്കിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു ബ്രെഡ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ ഒരു പാനിലോട്ട് നമ്മൾ നേരത്തെ എണ്ണ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാനിലോട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് ഒന്ന് കയറ്റിയിട്ട് വേണം നമ്മളിതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ ബ്രെഡും ഈ ഒരു രീതിയിൽ അടുക്കടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എവിടേക്കാണോ ഒഴിവ് വരുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസ് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെയും ആ ഒരു സേമിയയുടെ ഒക്കെ ഫില്ലിങ്സ് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബ്രെഡ് ഇതുപോലെ ഈ ഒരു മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഉപയോഗിക്കാത്തൊരു പാന് 5 മിനിറ്റ് സ്റ്റൗവിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ട് അടച്ച് വെച്ച് കറക്റ്റ് ഒരു 20-25 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്നാക്കിൻ്റെ സൈഡും അതേപോലെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗം നന്നായിട്ട് നമുക്കതിൽ നിന്ന് മുരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ മറ്റൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മുകൾ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ പതുക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കറക്റ്റ് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് ഈ ഒരു മുകൾ ഭാഗവും നമുക്കൊന്ന് വെന്തിട്ട് കിട്ടും. ഈ ഒരു സ്നാക്കിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതിൻ്റെ ഉൾവശം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടീ ടൈം സ്നാക്കാണിത്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു നോമ്പ് തുറ സമയങ്ങളിലൊക്കെ ഈ ഒരൊറ്റ പീസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറങ്ങോട്ട് ഫില്ലായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു സേമിയൊക്കെ വേറിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.